സാങ്കേതിക സർവകലാശാല ഡീനായി തുടരാൻ ഡോക്ടർ വിനു തോമസിന് അനുമതി. വൈസ് ചാൻസലറുടെ ഉത്തരവ് 1 മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞു. ഡോക്ടർ വിനു തോമസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഹർജി മെയ് 26-ന് പരിഗണിക്കും. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, IHRDയിലെ ഈ കലഹമാണ് ഇത്തരത്തിൽ വിനു തോമസിന്റെ തരംതാഴ്ത്തലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നിലവിൽ അദ്ദേഹം ഡീനായിരുന്നു അവിടുത്തെ, പക്ഷെ പിന്നീട് അവിടുത്തെ വൈസ് ചാൻസലർ ഇദ്ദേഹത്തെ തരം താഴ്ത്തിയിരുന്നു. അതായത് ഡീൻ സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തിയിരുന്നു. അതിനെതിരെയാണ് വിനു തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി പക്ഷേ നിലവിൽ വൈസ് ചാൻസലറുടെ ഉത്തരവ് 1 മാസത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. ഡോക്ടർ വിനു തോമസിന്റെ ഹർജിയിലാണ് ഈ ഇടപെടൽ. ഹർജി മെയ് 26 വരെ ഈ ഉത്തരവ് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ സാങ്കേതിക സർവകലാശാല ഡീനായി തുടരാൻ വിനു തോമസിന് അനുമതിയുണ്ട്. അത് വൈസ് ചാൻസലറുടെ ഉത്തരവിന് തിരിച്ചടിയാണ്. ഉന്മേഷം, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.